മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ഷിഗല്ല ഭീഷണി. വള്ളിക്കുന്ന് പഞ്ചായത്തിൽ മാത്രം 400 രോഗികൾ കടന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത്. സ്കൂളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൽ, ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതയാണ് ആ പ്രദേശത്ത് നിലനിൽക്കുന്നത്? ഇപ്പോഴവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ലിബീഷെ, വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലാണ് രോഗികളുടെ എണ്ണം 400 പിന്നിട്ടിരിക്കുന്നത്. വിദ്യാലയങ്ങളിൽ അടക്കം ആരോഗ്യവകുപ്പ് ശക്തമായ നിർദ്ദേശം, കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം കൂടിയായതിനാൽ മഞ്ഞപ്പിത്തം പടരുമോ എന്നൊരാശങ്കയാണ് ആരോഗ്യവകുപ്പ് അധികൃതർക്കുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ ഉടൻ തന്നെ ഡോക്ടർമാരെയും കാണാനും ആശുപത്രിയിൽ പോയി ചികിത്സിക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇത്തരത്തിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. ഇത് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. വിദ്യാലയങ്ങളിൽ പരിസരങ്ങൾ ശുചീകരിക്കാനും കിണറുകൾ ശുചീകരിക്കാനും ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനൊപ്പമാണ് ഷിഗല്ല കൂടി മലപ്പുറത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിപ്പുറം വെണ്ണായൂർ AMLP സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്കൂളിലെ 127 വിദ്യാർത്ഥികൾ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് 4 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. എന്നാൽ ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. നിലവിൽ ഇവിടെ ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. പക്ഷേ മഞ്ഞപ്പിത്ത ഭീതി വള്ളിക്കുന്നം നിയോജക മണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച് 15-കാരിയായ ഒരു വിദ്യാർത്ഥിനി ദിൽഷ ഷെറിൻ മരിച്ചിരുന്നു. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഈ വിദ്യാർത്ഥി മരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പ്രദേശത്തെ നാട്ടുകാർ ആകെ ഭീതിയിലാണ്. ഇതിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വ്യാപകമായ പരിസര ശുചീകരണം അടക്കം നടത്തുന്നുണ്ടെങ്കിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിദ്യാലയങ്ങളിൽ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നതിലടക്കം, തിളപ്പിച്ച വെള്ളം കുടിക്കാനടക്കം വിദ്യാർത്ഥികളോട് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മഴക്കാലം കൂടിയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് പടർന്ന് പിടിക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ രോഗികളുടെ എണ്ണം 450-നോട് അടുത്തിരിക്കുന്നു. ഇതിനകം 400 പിന്നിട്ട് എന്നാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്കുകൾ. എന്നാൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം 450ഓളം രോഗികളാണ് ഈ നിയോജക മണ്ഡലത്തിൽ ആകെ ഉള്ളത്. വരും ദിവസങ്ങൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കും എന്നൊരാശങ്കയാണ് ആരോഗ്യവകുപ്പ് അധികൃതരും പങ്കുവെക്കുന്നത്. രോഗം നിയന്ത്രിക്കാൻ, മഞ്ഞപ്പിത്ത ബാധ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അധികൃതർ നടത്തുന്നുണ്ടെങ്കിലും, ആരോഗ്യവകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി വിജയത്തിലെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയായ നിലമ്പൂരിലും വണ്ടൂർ മേഖലയിലും ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പ്രചരിച്ചിരുന്നു. അന്ന് വേനൽക്കാലത്ത് ഏറെ പരിശ്രമത്തിലൊടുവിലാണ് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബീഷ്, മലപ്പുറം വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ മഞ്ഞപ്പിത്ത ഷിഗല്ല ഭീഷണി. രോഗികളുടെ എണ്ണം 450-നോടടുക്കുകയാണ്. സ്കൂളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് നിതിൻ നൽകിയത്.